ഹായ്. അദാനിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന അമേരിക്കയുടെ നിയമയുദ്ധം അത് അതിൻ്റെ സത്യാവസ്ഥ വെളിവാക്കുന്നത് നിയമപരമായിട്ട് അദാനിയുടെ ഭാഗത്ത് വയലേഷൻസ് ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല. എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ഈ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിനെതിരെ, ഭരണ സംവിധാനത്തിനെതിരെ അമേരിക്കയുടെ സമ്മർദ്ദം വീണ്ടും ശക്തമാവുകയാണ് എന്നുള്ളതാണ്. കേസിൻ്റെ മെറിറ്റ് നമുക്കറിയില്ല. പക്ഷേ കേസിനകത്ത് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിനകത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ തന്നെയും ഈ സംഭവവികാസങ്ങൾ വെളിവാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മോഡി ഗവൺമെൻറ്റിനെതിരെ അമേരിക്കയുടെ പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം വളരെ ശക്തമായി തന്നെ അവർ തുടരാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇനി ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പോളിസിയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈ നയങ്ങൾ തന്നെ അമേരിക്ക തുടരുമോ അല്ലെങ്കിൽ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ നമുക്കറിയില്ല. അതെന്തായാലും ജാനുവരി കൂടിയേ ട്രംപിൻ്റെ പുതിയ അഡ്മിനിസ്ട്രേഷൻ അവിടെ ഭരണത്തിൽ വരികയുള്ളൂ. പക്ഷേ ബൈഡൻ ഇനി സമയമുണ്ട്. ഈ നവംബർ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം കൂടെ സമയമുണ്ട്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ അവർ പരമാവധി ചെയ്യാൻ കഴിയുന്നതൊക്കെ ഇന്ത്യക്കെതിരെ സമ്മർദ്ദം ചെലുത്തുമെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാവുന്നതുള്ളൂ. ഇത് റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദത്തിന് ശക്തി കൂടുകയും അല്ലെങ്കിൽ അതിന് കൂടുതൽ ആക്കം കൂടുകയൊക്കെ ചെയ്യുന്നതല്ലേ. കാരണം അമേരിക്ക തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് റഷ്യക്കെതിരെ അല്ലെങ്കിൽ ഒരു റഷ്യയോട് കൂടുതൽ ഇന്ത്യ അടുക്കുകയും അല്ലെങ്കിൽ റഷ്യയെ കൂടുതൽ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള നയപരിപാടികൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകൾ, അതായത് എണ്ണ മേടിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ എണ്ണ മേടിക്കുകയും മറ്റ് വാണിജ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ അമേരിക്ക പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അമേരിക്ക ഉദ്ദേശിച്ചത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അമേരിക്ക നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യുവാനാണ് അവർ താല്പര്യപ്പെട്ടത്. പക്ഷേ ആ താല്പര്യത്തിന് വിധേയമായി നമ്മൾ പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് നമുക്ക് മേൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുകളിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അന്ന് മുതലേ അവർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്, BBC റിപ്പോർട്ട്, ഈ ഖാലിസ്ഥാൻ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് കാനഡയുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. നിജാറിൻ്റെ കില്ലിങ്, അതുപോലെ പാനൂം എന്ന് പറയുന്ന സിഖ് ഖാലിസ്ഥാൻ ഭീകരവാദിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ ഇപ്പം അമേരിക്ക നമുക്കെതിരെ നിയമ നടപടികൾ മറ്റൊരു വശത്ത് തുടരുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും മോഡി ഗവൺമെൻറ്റിൻ്റെ മേൽ അവർ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് തെളിവ് മാത്രമാണ്. ഇപ്പോഴത്തെ ഈ അദാനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാരണം പലതരത്തിലുള്ള കോർപ്പറേറ്റ് ഫ്രോഡുകളും അല്ലെങ്കിൽ ബ്രൈബറി കേസുകളെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും എന്തുകൊണ്ട് അദാനിയെ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ഈ അദാനിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണത്. കാരണം അദാനി മാത്രമല്ലല്ലോ മോഡിയായി ഏറ്റവും അടുപ്പമുള്ള കോർപ്പറേറ്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ കാണുന്നത് അദാനിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദാനിയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോദിയെ വീക്കൻ ചെയ്യാൻ പറ്റുമോ, ദുർബലപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഏറ്റവും പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി അദാനി അംബാനിയും തമ്മിലുള്ള കോർപ്പറേറ്റ് ഹൗസ് തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ ബിഹൈൻഡ് ദ സീനിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു കോൺഫ്രണ്ടേഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദാനി പവറും അവരുടെ ഒരു സോളാർ പവേർഡ് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചില ബ്രൈബറി കേസിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇപ്പോൾ അദാനിക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ ഈ അമേരിക്കൻ ചില ഇൻവെസ്റ്റേഴ്സിൻ്റെ അദാനി ഗ്രൂപ്പ് ക്യാപിറ്റൽ മൂലധനം ശേഖരിക്കുകയും ആ ശേഖരിച്ച മൂലധനമാണ് ഇവിടെ ബ്രൈബറി ആയിട്ട് അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചെന്നൊക്കെയുള്ളൊരു വേർഷനാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. $175 മില്യൺ അവരുടെ
അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിൻ്റെന്ന്. അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടാം. കാരണം അമേരിക്കൻ സിറ്റിസൺ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത് സായിപ്പാകാം, നമ്മുടെ ഇന്ത്യക്കാരാകാം. $175 മില്യൺ US ഇൻവെസ്റ്റേഴ്സിൻ്റെ റേസ് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് $6 ബില്യൺ വരുന്ന സോളാർ പവർ പ്രോജക്റ്റിന് വേണ്ടി. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ വരുന്ന സോളാർ എനർജി കോർപ്പറേഷനും അദാനി ഗ്രൂപ്പുമായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് സോളാർ എനർജി അദാനി പവർ സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് സോളാർ എനർജി കോർപ്പറേഷൻ ഫിക്സഡ് റേറ്റിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക്, വേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ പ്രതീക്ഷിച്ച രീതിയിൽ സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്നും ഈ പവർ പർച്ചേസിന് മുന്നോട്ട് വന്നില്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും പ്രത്യേകിച്ച്. അപ്പം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സോളാർ എനർജി കോർപ്പറേഷനും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒരു പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ അതുമൂലം സാധിച്ചില്ല. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത മാർഗ്ഗമാണ് ബ്രൈബറി സ്കീം എന്ന് പറഞ്ഞാൽ. ഈ സ്കീം അനുസരിച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പവർ ആവശ്യമായിട്ടുള്ള പവർ ഷോർട്ടേജ് ഉള്ള പല സ്റ്റേറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയൊക്കെ ബ്രൈബ് ചെയ്തിട്ട് ഈ പവർ സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളൊരു ഗൂഢപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ പറഞ്ഞ കൈക്കൂലി കൊടുക്കുകയും. അപ്പോൾ ഈ കൈക്കൂലി കൊടുത്തേണ്ട $250 മില്യൺ ഏകദേശം 2029 കോടി രൂപയുടെ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് US നിന്ന് റേസ് ചെയ്ത ക്യാപിറ്റലിനേക്കാളും, അതായത് $175 മില്യൺ കൂടുതലാണ് ഇവിടെ ബ്രൈബായിട്ട് കൊടുത്തെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് US ഈ പറഞ്ഞ നിയമ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരതിനകത്തിൽ കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. കാരണം അവിടുത്തെ കോർപ്പറേറ്റ് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമാണ്, വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ അതിനകത്തിലൊന്നും പ്രത്യേകിച്ച് വിട്ടുവീഴ്ചകൾ സംഭവിക്കാനോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനോ ഒന്നും ഒരുപക്ഷെ അമേരിക്കൻ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സാധ്യത ഉണ്ടോ നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്കിപ്പം ഊഹിക്കാൻ കഴിയുന്നത് ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരുന്ന പറഞ്ഞാൽ മോഡി ഗവൺമെൻറ്റിന് മേളിൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുക, അതുവഴി ഒന്നുകിൽ ഈ പറഞ്ഞ അവരുടെ നയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നയപരിപാടി ഇന്ത്യ സ്വീകരിക്കുക, റഷ്യയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക, അല്ലെങ്കിൽ റഷ്യയെ സഹായിക്കുന്നത് നിർത്തുക, പിന്നെ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നത് കുറയ്ക്കുക. പിന്നെ ഈ പറഞ്ഞ പരിപാടികൾക്ക് വേണ്ടിയാണ് റഷ്യ യുക്രൈൻ വാറിന് ശേഷം ഈ പറഞ്ഞ സമ്മർദ്ദ പരിപാടികളും സമ്മർദ്ദ തന്ത്രങ്ങളും അമേരിക്ക ഇന്ത്യക്കെതിരെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഇനി ട്രംപിൻ്റെ വരവോടുകൂടി ഒരുപക്ഷെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ചില നടപടികൾ അല്ലെങ്കിൽ നയങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നയപരിപാടികൾ രൂപകൽപ്പന ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നും. അത് എത്രത്തോളം പിന്നെ പോസിറ്റീവായിട്ട് മാറും അല്ലെങ്കിൽ അത് ഗുണകരമായിട്ട് മാറും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള പിന്നെ ഇന്ത്യക്ക് പ്രതികൂലമായിട്ടുള്ള നീക്കുപോക്കുകളൊന്നും ഉണ്ടായില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ പ്രാവശ്യവും ട്രംപ് വരുമ്പോൾ കൂടുതൽ പിന്നെ ഇന്ത്യക്ക് അങ്ങനെ അത്രയ്ക്ക് സമ്മർദ്ദങ്ങൾ പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയോ ചെയ്യില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ പലരും നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഇന്ത്യൻ ഗവൺമെൻറ് എങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഖാലിസ്ഥാൻ വിഷയം ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായി നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഖാലിസ്ഥാൻ ഭീകരവാദം. അപ്പം അത് ബ്രിട്ടൻ, അമേരിക്ക, കാനഡ ഈ രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ളൊരു പിന്നെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി അവർ കാലാകാലങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു പ്രോക്സി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു ഇൻസ്ട്രുമെൻ്റാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് എപ്പോഴും അവിടെ ഉണ്ട്. നമ്മൾ അത് കേൾക്കാത്ത സമയങ്ങൾ അത് ഒരു സ്ലീപ്പർ മോഡിലായിരിക്കും. അതിനെ ട്രിഗർ ചെയ്ത് നമുക്കെതിരെ ഉപയോഗിക്കാൻ എപ്പോഴാണോ അവർക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതിനെ ട്രിഗർ ചെയ്ത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ സമയം മുതലും അതിനു മുമ്പേ ഈ പറഞ്ഞ ഖാലിസ്ഥാൻ ഭീകരവാദ അല്ലെങ്കിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ ബ്രിട്ടൻ്റെ നേതൃത്വത്തിലും അതിനുശേഷം പിന്നെ അത് അമേരിക്ക ഏറ്റെടുക്കുകയും ഇപ്പോൾ അത് തീർച്ചയായിട്ടും
ഒട്ടും തന്നെ ദുർബലപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു നമുക്ക്. അപ്പോൾ കാലാകാലങ്ങളായി ഇന്ത്യക്ക് മേൽ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ ഇങ്ങനെ ഉള്ള തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇനി എന്തായിത്തീരും എങ്ങനെയായിത്തീരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് മേലുള്ള സമ്മർദ്ദ തന്ത്രമാണ്. തീർച്ചയായിട്ടും അത് എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.